ഡാരൻ ജേസൺ വാട്കിൻസ് ജൂനിയർ. ഇതാരെ പറ്റിയാണ് പറയുന്നതെന്നായിരിക്കും അല്ലേ? ഐഷോ സ്പീഡ് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ട്. പുള്ളിയെക്കുറിച്ചാണ് പറയുന്നത്. പുള്ളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഭയങ്കര ഡ്രമാറ്റിക്കും എനർജറ്റിക്കുമായിട്ടുള്ള ഒരു മനുഷ്യൻ. പുള്ളി വന്നിട്ട് കാപ്പിരി മുടിയൊക്കെ ആയിട്ട് വന്നിട്ട് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. കുറേ കണ്ണുമിഴിച്ച് കാണിക്കുന്നു. കുറേ ആൾക്കാരുടെ ഇടയിൽ പോയി എന്തൊക്കെയോ സംസാരിക്കുന്നു. ഭയങ്കരമായിട്ട് ശരിക്കും പറഞ്ഞാൽ ആൾക്കാരെല്ലാം പുള്ളിയെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. പുള്ളി എന്തൊക്കെയോ കാണിക്കുന്നു. ശരിക്കും ഈ പുള്ളി ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഒരിക്കൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുമായിട്ടുള്ള ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു. റൊണാൾഡോയുടെ ഭയങ്കരമായ ഒരു ഫാനാണ്. റൊണാൾഡോയെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ റൊണാൾഡോയെ ഒരു തവണ കാറിൽ വന്ന് ഇറങ്ങിയ സമയത്ത് ഇദ്ദേഹം കാണുകയും റൊണാൾഡോയുടെ കാലിൽ വീഴുകയും പിന്നെ അവിടെ കാണിച്ച കാര്യങ്ങളൊക്കെ അത് പുള്ളിയുടെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് കുറേ കാണിച്ച കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെയാണ് ഇയാളെക്കുറിച്ച് അറിയാനും ഇയാളെ ശ്രദ്ധിക്കാനും തുടങ്ങിയത്. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ഓരോ തവണത്തെയും വീഡിയോസിൻ്റെ അകത്ത് ഒന്നെങ്കിൽ റൊണാൾഡോയെ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ റൊണാൾഡോയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ പുള്ളിയുടെ കണ്ണ് വീഴിച്ചിട്ടുള്ള എക്സ്പ്രഷൻസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പോകെ പുള്ളിയുടെ വീഡിയോസ് ശ്രദ്ധിക്കാൻ തുടങ്ങി. പുള്ളി റെസ്ലിങ്ങിൽ പോയി, അവിടെ പോയി റാൻഡി ഓർട്ടനുമായിട്ട് ഇടിയുണ്ടാക്കി, അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ കാണുമ്പോൾ അല്ല ഐഷോ സ്പീഡ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് എല്ലായിടത്തും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നു. അവസാനം പുള്ളിക്ക് ഭയങ്കര ഫാൻസായി, ഫോളോവേഴ്സായി. വെറും 20 വയസ്സേ ഉള്ളൂ. 2005 ജനിച്ചിട്ടുള്ള ഈ ഒരു വ്യക്തി അമേരിക്കൻ ഒരു യൂട്യൂബറാണ്. 20 വയസ്സുകൊണ്ട് പുള്ളി മില്യൺസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പുള്ളി കാണിക്കുന്നത് ഓടുന്ന ഒരു സ്പീഡിൽ വരുന്ന ലംബോർഗിനി അടുത്ത് വരുമ്പം അത് നിൽക്കുന്നിടത്ത് നിർത്തിയാടി ലംബോർഗിനി കടന്നു പോകുന്ന കുറേ സാഹചര്യങ്ങൾ നമ്മൾ ആ പുള്ളിയുടെ വീഡിയോസൊക്കെ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ കിടപ്പുണ്ട്. ഒരു പ്രത്യേകതരം മനുഷ്യൻ പുള്ളി ശരിക്കും പറഞ്ഞാൽ ലോക ശ്രദ്ധ തന്നെ നേടിയിട്ടുണ്ട്. പുള്ളി ശരിക്കും ആദ്യമേ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ട് കുറേ പേര് ഇങ്ങനെ കോമാളി കാണിക്കുന്ന ആൾക്കാർ. എന്തിനാണ് കാണിക്കുന്നത്? ഇതൊക്കെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ അങ്ങ് നിൽക്കുകയാണ്. ഈ ഐഷോ സ്പീഡിനെ പോലെയുള്ള ആളുകൾ ഓരോ കാര്യങ്ങൾ കാണിക്കുമ്പോൾ അയാൾ കാണിക്കുന്ന കോമാളിത്തരമായിരിക്കും, അല്ലെങ്കിൽ എക്സ്പ്രഷൻസോ അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റ്സോ കൊണ്ട് ഉണ്ടാകുന്ന കുറേ കാര്യങ്ങളായിരിക്കും. എന്തെന്ന് പറഞ്ഞാലും ആൾ ഭയങ്കര റീച്ചായി. അവസാനം പുള്ളിക്കാരന് മില്യൺസ് ഇഷ്ടംപോലെ കാശുണ്ടാക്കുന്നുണ്ട്, ഒരുപാട് ഫാൻസായി. അപ്പം ഞാൻ ഈ വീഡിയോ ഇട്ടത് തന്നെ ഇങ്ങനെക്കുറിച്ച് ഇങ്ങനെ പലതവണ പലയിടത്തും കാണാനും തുടങ്ങി, കേൾക്കാനും തുടങ്ങി. അപ്പം ആളെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ആൾ ഇങ്ങനത്തെ ഒരു മനുഷ്യനാണെന്ന് അറിഞ്ഞത്. ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. പുള്ളിക്ക് തന്നെ കുറേ ഫാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഇടയ്ക്ക് ഏറ്റവും ലേറ്റസ്റ്റ് കണ്ടിരിക്കുന്നത് ഫിഫ പ്രസിഡന്റ് ജസ്റ്റ് ഒരു 5 മിനിറ്റത്തേന് പുള്ളിയോട് ഫിഫ പ്രസിഡന്റ് സ്ഥാനം എടുത്തോളാൻ പറഞ്ഞൊക്കെ കോട്ടൊക്കെ ഇടിക്കുന്ന ഒരു സംഭവമൊക്കെ കണ്ടു. അപ്പം ആൾക്കാരുടെ ഇടയിലും വലിയ ആൾക്കാരുടെ ഇടയിലും ഒക്കെ പുള്ളി ഭയങ്കര ഫേമസ് ആയി. അങ്ങനെ ഒരു സംഭവം കണ്ടുകൊണ്ട് ഇതാരാണെന്ന് മനസ്സിലാക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇട്ടത്.